ഞങ്ങളുടെ ഏറ്റവും വലിയ പെരുന്നാളാണിത്. ഞങ്ങളുടെ എല്ലാമായ പുണ്യാളം. ഞാനിന്ന് വന്നിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ചർച്ചായ സാമ്പാളൂരിനാണ്. ധാരാളം ചരിത്രങ്ങളുള്ള ഒരു പള്ളിയാണ് നമ്മുടെ ഈ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ചർച്ച്. ഇവിടുത്തെ തിരുനാളോടനുബന്ധിച്ച് ഇവിടുത്തെ പള്ളി നാട്ടുകാർ എല്ലാവരും അതിന്റെ ഒരുക്കത്തിലാണ്. അപ്പൊ നമ്മുടെ സാമ്പാളൂർ ചർച്ചിന്റെ വികാരിയച്ഛൻ ജോൺസൺ അച്ഛനാണ് ഇപ്പൊ എന്റെ ഒപ്പം നിൽക്കുന്നത്. അച്ഛാ, പെരുന്നാളിനനുബന്ധിച്ച് എന്തൊക്കെ പരിപാടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്? നമ്മുടെ തിരുനാള് ആരംഭിക്കുന്നത് ഈ നാളെ 3-ാം തീയതിയാണ്. നാളെ വൈകിട്ട് 5 മണിക്ക് ഊട്ടുതിരുനാൾ പ്രസിദ്ധിമാരുടെ പ്രസിദ്ധി വാഴ്ചയോടുകൂടി കൊടിയേറ്റം ആരംഭിക്കും. അതിനുശേഷം നാളെ ഇടവക ജനങ്ങളുടെ ദിനമായിട്ട് വിവിധ പരിപാടി ഉണ്ടാവും. 4-ാം തീയതി വ്യാഴാഴ്ച നടത്തുന്ന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം അതിനുശേഷം നമ്മൾ കാരുണ്യ സ്പർശം എന്ന് പറഞ്ഞാൽ തിരുനാളുകൾ മാത്രം നടത്തിയാൽ പോരല്ലോ, അതിന് പകരമായിട്ട് ഈ പാവപ്പെട്ട നിർധരായ ജാതി മതഭേദമന്യുള്ള ആളുകൾക്ക് രോഗികൾക്കുള്ള ചികിത്സാ പദ്ധതി ആരംഭിക്കുകയാണ്. പിന്നെ 1 രൂപ ചലഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാം. പിന്നെ അതിനുശേഷം നമ്മൾ 25-50 വർഷം ദാമ്പത്യ ജീവിതം സന്തോഷകരമായി പൂർത്തിയാക്കിയ ദമ്പതികളെ ആദരിക്കുന്നു. അത് പുതിയ തലമുറക്കൊരു മാതൃകയാണ്. 6-ാം തീയതിയാണ് പുണ്യവാളന്റെ ശബരിമല ഊട്ട് നടക്കുന്നത്. അന്നേ ദിനം നമ്മൾ രാവിലെ 6:30-ക്കുള്ള ഖുർആൻ ശേഷം നേർച്ച സദ്യ ആസ്വദിക്കും. ആയിരക്കണക്കിന് ആളുകൾ അന്നേ ദിനം പല സ്ഥലത്തുനിന്നും നാനാജാതി ആളുകൾ എത്തിച്ചേരും. 8 മണിക്ക് ലത്തീൻ ഭാഷയിലെ കുർബാന, 10 മണിക്ക് നമ്മളുടെ വരാപ്പുഴ മുൻ മെത്രാപ്പൊലിത്ത ഡോക്ടർ ഫ്രാൻസിസ് കൽപിതാവിൻ്റെ മുഖ്യ കുർബാന, അതിനുശേഷം 12:30 തമിഴ് കുർബാന, 3 മണിക്ക് സിറിയൻ രീതിയിലുള്ള കുർബാന. ഇത് രാവിലെ 5:30 പള്ളിയുടെ അകത്തുള്ള അത്ഭുത രൂപം എന്ന് പറയും. അത് വർഷത്തിൽ ഒരു ദിവസം ഇറക്കുള്ളൂ. ആ കൂട് തുറന്ന് ആ രൂപം ഇറക്കി അത് ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം. 7-ാം തീയതി. പിന്നെ 8-ാം തിരുനാൾ ആഘോഷിക്കുന്നത് 14-ാം തീയതി. 15-ാം തിരുനാൾ ആഘോഷിക്കുന്നത് 21-ാം തീയതി. അങ്ങനെ അതുകൊണ്ടാണ് തിരുനാൾ അവസാനിക്കുന്നത്.